ഇപ്പോൾ നമ്മൾ ഈ എഗ്രിമെൻറ്റിൽ നിങ്ങളൊരു ഇപ്പം കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ഇപ്പം കർട്ടൻസ്, അതുപോലെ തന്നെ സാനിറ്ററി ഐറ്റംസ്, ഇതൊക്കെ ഓരോ ബ്രാൻഡായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെ ആയിരിക്കും നിങ്ങളവിടെ വെക്കുക? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ എഗ്രിമെൻറ്റിൽ തന്നെ പറഞ്ഞിരിക്കും ഇന്ന ബ്രാൻഡിലുള്ള ബ്രാൻഡ് എന്ന് പറയുന്നതിലുപരി നമ്മൾ എഗ്രിമെൻറ്റിൽ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇത്ര പ്രൈസ് റേഞ്ചിലുള്ള സാധനം എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. ബോൺ ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നത് ഇത്ര രൂപയുടെ, ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് 100 രൂപയുടെ ടൈൽസ് ഉപയോഗിച്ച് ചെയ്യുന്നു എന്നൊരു ഉദാഹരണം നമ്മൾ എഗ്രിമെൻറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ക്ലയൻറ്റിന് ഇഷ്ടമാണ് ഏത് ബ്രാൻഡ് സെലക്ട് ചെയ്യണമെന്നുള്ളത്. അവർ ഷോറൂമിൽ പോയി നോക്കുക, ഷോറൂമിൽ നമ്മളും അവരോടൊപ്പം പോകും. അവരോടൊപ്പം പോയതിനു ശേഷം അവർക്ക് വേണ്ട പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അതിനകത്ത് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ടൈൽസിൽ ഇപ്പം നമ്മൾ ലൈറ്റ് കളർ ഷെയ്ഡ് എടുക്കുകയാണെങ്കിൽ വെട്ടം ഉണ്ടാവും, അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമുക്ക് ഡാർക്ക് ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നുള്ള നമ്മുടെ കമൻറ്റ്സ് നമ്മൾ ക്ലയൻറ്റിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ക്ലയൻറ്റിന് ഇഷ്ടം അനുസരിച്ചിട്ടുള്ള സാധനം സെലക്ട് ചെയ്യും. ബ്രാൻഡ് അവരുടെ ഇഷ്ടത്തിനാണ് അവർ സെലക്ട് ചെയ്യുന്നത്, ക്ലയൻറ്റിന് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം റേറ്റ് അനുസരിച്ച്, ഇപ്പോൾ റേറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 100 രൂപ എഗ്രിമെൻറ്റിൽ എഴുതി കൊടുത്തു. അപ്പോൾ ക്ലയൻറ്റ് 90 രൂപയുടെ സാധനമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 10 രൂപ നമ്മൾ ടോട്ടൽ ബില്ലിൽ കുറച്ച് കൊടുക്കും. ഇനി ക്ലയൻറ്റ് 110 രൂപയുടെ സാധനമാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10 രൂപ സ്ക്വയർ ഫീറ്റിന് വേരിയേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇതെങ്ങനെയാണ് നമ്മൾ എഗ്രിമെൻറ്റിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യം.